ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇവിടെ ദുബായിൽ നല്ല തണുപ്പാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര മടിയാണ്. വിൻഡോ ഒന്നും ഞാൻ അങ്ങനെ ഓപ്പൺ ആക്കി വെക്കാറില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ റൂമിലേക്ക് അധികം ലൈറ്റ് കിട്ടാറില്ല. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആക്കിയത്. ഞാനിത് ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള മണി പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു 2.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് ഒരുപാട് തവണ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും ഇതിനിങ്ങനെ ടേക്ക് കെയർ ചെയ്ത് ഇപ്പോൾ ഈ ഒരു രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ട്രൈപോഡ് താഴെ വീണ് പൊട്ടി. ഇതങ്ങനെ വലിയ റേറ്റുള്ള ട്രൈപോഡൊന്നും അല്ല കേട്ടോ, പക്ഷെ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുള്ളൊരു ട്രൈപോഡാണിത്. നല്ല യൂസ്ഫുള്ളായിരുന്നു, ഭയങ്കര കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ട്രൈപോഡായിരുന്നു. അപ്പോൾ അത് പൊട്ടിപ്പോയി. ഇപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പഴം പുഴുങ്ങിയതായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. കാരണം തണുപ്പായതുകൊണ്ട് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഇതാകുമ്പോൾ സിമ്പിളായിട്ട് കഴിക്കാം, പിന്നെ ചൂടോടുകൂടി കഴിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാറുള്ളത്. ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പനിക്കൂർക്കയുടെ ചെടിയാണ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു തണുപ്പ് സമയത്ത്. കാരണം ഞാൻ വെള്ളം ചൂടാക്കുന്ന സമയത്ത് അതുപോലെ ആവി പിടിക്കുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ റൂമിൽ അധികം വെയിൽ കിട്ടാത്തതുകൊണ്ട് ഇതധികം വളരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു ഇതിലേക്ക് മാറ്റി കുഴിച്ചിടാന്ന് കരുതി. കിച്ചണിലേക്കാണ് കുറച്ചെങ്കിലും ഒരു വെളിച്ചം കിട്ടാറുള്ളത്. അതുകൊണ്ട് ഞാനിത് കിച്ചണിൽ കൊണ്ടുവയ്ക്കാമെന്ന് കരുതി. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ടേബിളിൻ്റെ അവസ്ഥ എങ്ങനെയായി. വൈറ്റ് ആയതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ടേബിൾ, വൈറ്റ് കളറ്. ഇനി ഞാൻ എൻ്റെ വിൻ്റർ വെയർ എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. എൻ്റെ കയ്യിൽ അധികം വിൻ്റർ വെയർസ് ഒന്നുമില്ല കേട്ടോ. ദുബായിൽ അങ്ങനെ വിൻ്റർ വെയർസിൻ്റെ അധികം ആവശ്യം വരാറില്ല. അപ്പോൾ പഴയതൊക്കെ ഞാനൊന്ന് പൊടി തട്ടി എടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ തവണ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്നുകൂടെ വാഷ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കിയൊക്കെ വെക്കുകയാണ്. ഇന്നലെ നൈറ്റ് ഞങ്ങൾ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചെത്തിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നലെ എടുത്ത് വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫ്ലോയ്ക്ക് അങ്ങനെ പോയിക്കോളും, മടിയൊന്നും ഉണ്ടാവില്ല. ഈവനിങ് ആയപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിൻ്റെ മുന്നേ വെള്ളം നിറയ്ക്കുകയാണ് ബോട്ടിൽ. ഞാൻ സ്ഥിരമായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ. പക്ഷേ തണുപ്പായതുകൊണ്ട് ഭയങ്കര മടിയാണ്. എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. വർക്കൗട്ടിന് പോകുമ്പോൾ ഇത്രയും വെള്ളം വേണ്ടാന്ന് എനിക്ക് പിന്നീട് തോന്നി. അപ്പം ഞാൻ വീണ്ടും അത് തിരിച്ച് വന്ന് വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. കാരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ടയർഡാകുമ്പോൾ കൂടുതൽ കുടിച്ചു പോവും. അപ്പോൾ എനിക്കധികം വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഹെയർ ബണ്ണ് ഞാൻ ഗ്ലോബൽ വില്ലേജ് പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ കെട്ടി നോക്കിയിട്ടില്ല കേട്ടോ. മുടി ഞാൻ പൊതുവെ കെട്ടി വെക്കാറില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്തു എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. വർക്കൗട്ടിന് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തു. കാരണം പുറത്ത് നോക്കിയപ്പോൾ കുറച്ച് വെയിലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു.
ഇത് ഞാൻ സ്ഥിരമായിട്ട് വരുന്ന പാർക്ക് തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് നടക്കാൻ വരും, ഇടയ്ക്ക് ഡാൻസ് കളിക്കാൻ വരും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ വരും. കാരണം നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ. പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല അറ്റ്മോസ്ഫിയറാണ്. ചെറിയ രീതിക്കൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്തു. ഇന്ന് കുറച്ച് വെയിലുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അധികം വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് നീരിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെവി വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെയാണ് ചെയ്തത്. ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല കാമാണ്, അതുപോലെ നല്ല വൃത്തിയുണ്ട്. പിന്നെ ഈ ഒരു ക്ലൈമറ്റിൽ നടക്കാൻ നല്ല രസമാണ്. പിന്നെ ആരോ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഈ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. ചീര, തക്കാളി അങ്ങനെ എന്തൊക്കെയോ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും ഉണ്ടാക്കിയേനെ. ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ഇനിയൊന്ന് ഫ്രഷ് ആവണം. പക്ഷേ എനിക്ക് കുറച്ച് മടിയായിപ്പോയി. കാരണം നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇന്ന് ഡിന്നറിന് പുട്ടും ചിക്കൻ കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി. ഇപ്പം തണുപ്പായതുകൊണ്ട് സ്മൂത്തി കഴിക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇന്ന് എനിക്ക് എന്തോ സ്മൂത്തി കഴിക്കാൻ തോന്നി. ഞാൻ പറഞ്ഞല്ലോ, വിൻ്റർ ആയതുകൊണ്ട് തന്നെ സ്ട്രോബെറിക്ക് നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ സ്ട്രോബെറിയും പിന്നെ കുറച്ച് ബനാനയും ഞാൻ അതിനകത്ത് ഇട്ടു. ബനാന അധികം ഇടണ്ട, സ്ട്രോബെറിയുടെ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് ബനാന പിന്നെ കുറച്ച് സ്ട്രോബെറിയും കൂടെ ഇട്ടിട്ട് സ്മൂത്തി അടിച്ചു. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഏതെങ്കിലും മൂവിയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. എന്തായാലും തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.